ഗൈസ് നമ്മളിപ്പോൾ അണ്ടിത്തോരൻ ഉണ്ടാക്കുകയാണ് ഗൈസ്. കശുവണ്ടിത്തോരൻ. അപ്പോൾ ചുമ്മാ അതിങ്ങനെ മുറിച്ചിടുന്നല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തുണി വെക്കണം, അല്ലെങ്കിൽ കൈക്കെല്ലാം കറിയാവും. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കും. എന്നിട്ട് അതൊന്ന് വേവിപ്പിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ പുറംതൊലിയൊക്കെ അങ്ങനെ പോരും. അപ്പം എന്നിട്ട് ആ പുറംതൊലി കളഞ്ഞിട്ട് ഇതിനെ തോരൻ ഉണ്ടാക്കാം. ഇന്നലെ കറി ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് തോരൻ ഉണ്ടാക്കാം. അതൊരു പരീക്ഷണമാണ്. ഇന്ന് തോരൻ ഉണ്ടാക്കാം, നാളെ കറി. ഇന്നലെ വെച്ചതുകൊണ്ട് കറി വെക്കുന്നില്ല. ഓക്കെ ബൈ. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാന്താരിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. പച്ചമുളക് ഉള്ളവർ പച്ചമുളക് ഇടാം. നമ്മളെടുത്ത് ഇപ്പോൾ കാന്താരിയാണ് നമ്മളിടുന്നത്, അതുകൊണ്ട് നമ്മൾ കാന്താരി ഇടും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറയുന്ന പോലെ ഒന്നും എനിക്ക് കറക്റ്റ് സ്പൂണിൻ്റെ അളവൊന്നും പറയാൻ അറിയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇടുന്നു. അപ്പോൾ നമ്മളത്ര ഇതല്ലല്ലോ. ഓക്കെ. യെസ്, മീൻ വയൽ നമ്മുടെ ഇത് നല്ലോണം നാടൻ അടുപ്പിലിങ്ങനെ വേവുന്നുണ്ട്. അടുപ്പിലിങ്ങനെ വേവുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കറയും പൊയ്ക്കോളും, അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് വരികയും ചെയ്യും. ഇത് നമ്മൾ സാധാ അണ്ടിയാണ് എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് മുളപ്പിച്ചതോ അങ്ങനത്തെ ഒന്നുമല്ല. സാധാ അണ്ടി, നമ്മൾ കടയിൽ കൊടുക്കുന്ന അണ്ടി നമ്മൾ ബാക്കിയുള്ളത് എടുത്ത് വെച്ച് കറി വെക്കാൻ വെച്ചതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ അത്ര അധികമൊന്നും അരക്കണ്ട, നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളി എടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ ഇതെടുക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്ന ഷേപ്പിൽ ഇങ്ങനെ ചന്നം പിന്നായിട്ടാണ് ഞാൻ ഉള്ളി മുറിച്ചിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മളൊന്ന് ആഡ് ചെയ്യണം. നമ്മൾ ആ സാധനം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അണ്ടി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, പൊളിച്ചെടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഓക്കെ, ഇതൊന്ന് ഞാൻ സെറ്റാക്കി വെച്ചെന്നേ ഉള്ളൂ. സ്റ്റൈലില്ലേ, എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേഷനൊക്കെ? പൊളിയല്ലേ? ഇതുണ്ട. അപ്പോൾ ഇത് വെന്ത് കോഴി എന്തൊരു ശല്യം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊളിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ, പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തോലി ഇങ്ങനെ ചൂടൊക്കെ കളഞ്ഞ് പൊളിച്ചെടുക്കാം. നമ്മളിതിങ്ങനെ പൊളിക്കുമ്പോൾ എന്തായാലും നമുക്ക് തിന്നാൻ തോന്നും. പക്ഷേ ഭയങ്കര ക്ഷമയോടുകൂടി വേണം നമ്മൾ ഇങ്ങനെ പൊളിച്ച് മാറ്റി വെക്കാൻ. ഓക്കെ. യെസ്, അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് തേങ്ങ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് തോരൻ ഉണ്ടാക്കി വരാം ഗൈസ്. നമുക്കിത് വിറകടുപ്പിലുണ്ടാക്കാം, വുഡൻ സ്റ്റൗവിലുണ്ടാക്കാം ഗൈസ്. ആയിട്ടൊന്ന് നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട്, പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് യെസ്, കടുക് പൊട്ടി നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. യെസ്, ഉള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിനി, കൂടിപ്പോവാന്നറിയില്ല ഗൈസ്. അപ്പം നമ്മളുടെ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഞാൻ അവിടെ വെച്ച് ഞാൻ എടുത്തോളാം. മൂപ്പിച്ചിങ്ങനെ എടുക്കാം ഗൈസ്. കരിഞ്ഞു പോകരുത്, ഇത് വേറെ ഫാറ്റ്. തേങ്ങേൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ അങ്ങ് മാറി ഇങ്ങനെ വരട്ടെ. അപ്പോൾ തീ അധികം ഒന്ന് ഇട്ട് കൊടുക്കറേ. ഞാനിതാരെയാണ് പഠിപ്പിക്കുന്നത്, എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ടേ എല്ലാവരും. യെസ്, ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ഫ്ലവയ്ക്ക്. യെസ്, നന്നായിട്ടിത് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അച്ചമ്മ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. എന്നാ അച്ചമ്മ അണ്ടിപ്പരിപ്പ് ആക്ച്വലി നമ്മളിൽ അണ്ടിപ്പരിപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. തേങ്ങ സാധനം ഒന്ന് കുറഞ്ഞു പോയി, അത് കുഴപ്പമില്ല, നമുക്ക് കുറേ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇതൊന്നിപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറ കാണുമ്പോൾ ഒരു വെള്ള കളറാണ്. ഞാൻ രണ്ടിലും നോക്കുന്നതുകൊണ്ട് പറയാം. ഇങ്ങനെ വെള്ള കളറിലല്ല, നല്ല മഞ്ഞ കളറുണ്ട്. പക്ഷെ ക്യാമറയിൽ എൻ്റെ ഫിൽറ്റർ ഇട്ട ക്യാമറ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇങ്ങനെയുള്ള കുറച്ചൊന്ന് നമുക്ക് വെള്ളം ഇട്ടിച്ച് കൊടുക്കാം. ഒന്നൊന്ന് മിക്സായി ഒന്ന് വെന്തോട്ടെ. ഇതിപ്പോൾ നേരത്തെ അരപ്പിൻ്റെ പാത്രത്തിലെ വെള്ളം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്കത് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അത് എത്ര ജസ്റ്റ് നമുക്കത് മൂടി. ഞാൻ ഉപ്പെല്ലാം ഒന്ന് നോക്കട്ടെ ഗൈസ്. അതാകുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയും കൂടി തിന്നിട്ട് വരാം. പക്ഷേ മാങ്ങ കഴിഞ്ഞു, മറ്റേ എന്താണ് ചക്കയും കൂടി തിന്നിട്ട് വരാം. ചക്കക്കുരു 2 വട്ടം കഴുകണമല്ലേ? നല്ല പഴുത്തിട്ടുണ്ടെന്നാണ് അച്ഛമ്മ പറയുന്നത്. നോക്കാം, ഇതെടുക്കാം. നല്ല മധുരം ഉണ്ടെന്നേ. നല്ല ചുണ്ട്. ഇത് ബൈക്കാ രാവിലെ കൊണ്ടുവന്ന്.
ഈ പണ്ടാരം ചക്ക എനിക്ക് തിന്നാനാവില്ല, തൊണ്ടക്ക് എന്തോ ഇങ്ങനെ വലിയെന്ന് പറയുന്നുണ്ട്. എന്നാ തിന്നണ്ട. മുടുങ്ങിപ്പോന്ന പോലെ. പഴഞ്ചക്ക തിന്നാൻ ഒരു ഇത് വേണം. പഴഞ്ചക്ക എന്നാ വേഗം അങ്ങ് പോവും. എന്തൊന്ന് വേഗം പോകുന്നു, വയറ്റുന്ന് പോവും. വയറ്റുന്നൊന്നല്ല, എല്ലോണം പോവും. നനക്ക് ഇത് ഇവിടെ ഒരു നൂല് പോലെ വലിഞ്ഞിക്കും, നമ്മള് മുടിയെല്ലാം കുടുങ്ങിയ പോലെ. നൂല് പോലെ. നമുക്ക് അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത. നല്ല രസമുണ്ട് പഴുത്തിട്ട് കേട്ടാ, നല്ല മധുരമുണ്ട്. അഞ്ചനക്ക് അയച്ചു കൊടുക്കണം. അഞ്ചനക്ക് ചക്ക അടയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സാധനല്ലേ. നല്ല മധുരമുണ്ട്. ഉണ്ടാക്കി നോക്കണം ചക്ക അട. കുറച്ച് ബാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി നോക്കാം. ഇവിടെ അടുക്ക് അതിനെന്താ ഒരു പ്ലേറ്റിലാടെ എടുത്ത് വെച്ചാ പോരെ. ആ പ്ലേറ്റിലാടെ എടുത്ത് വെച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്ലേറ്റും എടുത്ത ഞാൻ എടുത്ത് വെക്കാം. എൻ്റെ എല്ലാം അടിച്ചു, എൻ്റെ ടൈം കഴിഞ്ഞു. സോ നമുക്കൊന്നും ജസ്റ്റ് ഇവിടെയും കൂടെ നോക്കിയിട്ട് പോവാം. നല്ല മഴ വരുന്നുണ്ട് ഗേസ്, പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് റൂൾ ഓഫ് റോഡ് ആണ് നേരത്തെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വ്ളോഗ് മാറിയിട്ടില്ല, അത് സെയിം വ്ളോഗ്. അതൊന്ന് പതച്ചോട്ടെ അതിൻ്റെ ഇടയിൽ. സോ നമുക്ക് സമയം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ അണ്ടിപ്പരിപ്പ് കറി അണ്ടിപ്പരിപ്പ് കറി ഉണ്ടാക്കുക മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് എ വ്ളോഗ്, നോട്ട് എ കുക്കറി ഷോ ആക്ച്വലി. അതുകൊണ്ടാണ്. സോ നമുക്ക് ഒരുപാട് എല്ലാ ആളുകൾക്കും ഫ്രീഡം ഉണ്ട്. വി ഓൾ ഹാവ് ഫ്രീഡം ആൻഡ് എവ്രി വൺ എൻജോയ് ഫ്രീഡം. അപ്പോൾ ഈ ഓരോ ആളുകൾക്കുമുള്ള ഫ്രീഡത്തിന് വി മസ്റ്റ് ബി വില്ലിങ് ടു ലിമിറ്റ് നമ്മുടെ ഫ്രീഡം, ലിമിറ്റ് അവർ ഫ്രീഡം ഇൻ സർട്ടൻ വേസ്. എപ്പോഴല്ല, ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഫ്രീഡത്തിന് ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇത് ആര് പറയുന്നത്. നമുക്ക് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഒരു പെട്രോഗ്രാഡ് അങ്ങനൊരു എന്തൊരു സ്ഥലം ഞാൻ നോക്കട്ടെ. പെട്രോഗ്രാഡ് എന്നൊരു സ്ഥലം. ആ സ്ഥലത്ത് ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ ആ നടു റോഡിലൂടെ ആ ട്രാഫിക് ഒരു ഭയങ്കര വലിയൊരു ട്രാഫിക് ജാം ആക്കിക്കൊണ്ട് ഒരു സ്ത്രീ തൻ്റെ എനിക്ക് എവിടെ നടക്കാനുള്ള വാക്കിങ്ങിനുള്ള ഒരു ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നടു റോഡിലൂടെ നടന്ന് ഇഷ്ടം പോലെ തോന്നിയതുപോലെ നടന്ന് അവിടെ ഒരു വലിയൊരു ട്രാഫിക് ജാം സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലൈക്ക് വൈസ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഫ്രീഡം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നല്ല, നമ്മുടെ ഗാർഡിനർ പറഞ്ഞത് എല്ലാ ആളുകൾക്കുള്ള ഫ്രീഡം ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആ ഫ്രീഡത്തിന് എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ചെറിയൊരു പോയിൻ്റായില്ലേ. ഫുഡ് കഴിക്കാം. ഇന്നത്തെ തോരൻ വീണ്ടും ഒരു വേറെ കളറിലെ കണ്ടു. ദിസ് ഇസ് മഞ്ഞ കേട്ടോ, പുളിശ്ശേരീൻ്റെ പോലത്തെ ഒരു മഞ്ഞ. നമ്മുടെ മറ്റേ എന്താണ് പയറുകറി, മീൻ പൊരിച്ചത്, അച്ചാർ, ചമ്മന്തി. ഞാൻ ചമ്മന്തി ഫാനല്ല, പക്ഷേ ഉണ്ടാക്കിയതുകൊണ്ടും പിന്നെ പ്ലേറ്റിൽ കുറച്ച് സാധനങ്ങൾ വേണ്ടതുകൊണ്ടും ഞാൻ എടുത്തതാണ്. രാവിലത്തെ ചമ്മന്തിയായിരുന്നു, രാവിലത്തെ അല്ല, ഇപ്പം ആക്ച്വലി ഇറ്റ് ഈസ് 12:15. ബട്ട് ഭയങ്കര ഹംഗ്രി ഫീൽ ചെയ്യുന്നു ഗായ്സ്. ഓക്കെ, ബൈ.